എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഇനി നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള കാര്യം കുറച്ച് പേര് കമൻ്റായിട്ടും അല്ലാതെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരുമോ, എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം, കുറേ പേരൊക്കെ കേൾക്കുന്നുണ്ട് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ അബോളിഷ് ചെയ്യുകയാണ്, ഇനി നോട്ടിഫിക്കേഷൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ല. അപ്പോൾ ഇതിലേക്ക് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ജോലിയിൽ കയറിയിട്ടുള്ള ആൾക്കാർ അവർ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ പോസ്റ്റ് അവർ റിപ്പോർട്ട് ചെയ്യില്ല, അത് അബോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ RTI വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഇനി അങ്ങനെ ഒരു പോസ്റ്റ് വെക്കുന്നില്ല, ആ പോസ്റ്റ് അബോളിഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓഫീസുകളിൽ ടൈപ്പ് റൈറ്റർ ഒന്നും നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ആ പോസ്റ്റ് അവരെടുക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ക്ലർക്ക് ചെയ്യുന്ന അതേ പണി തന്നെയാണ്, അതേ ജോലി തന്നെയാണ് ടൈപ്പിസ്റ്റൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ആർക്കും കമ്പ്യൂട്ടറിൻ്റെ ബേസിക് അറിയാത്തവരായിട്ടില്ല, കമ്പ്യൂട്ടറിൽ ചെയ്യാൻ അറിയുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഈ ക്ലർക്ക് ചെയ്യുന്ന ജോലി തന്നെയാണ് ഈ ടൈപ്പിസ്റ്റും ചെയ്യുന്നതെന്നുള്ള ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റിൻ്റെ പേര് മാറ്റിയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അവസ്ഥയിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുമോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ അതിന് മുന്നേ ആയിട്ട് വേറെ ഒരു മാർഗ്ഗവുമില്ല. നമുക്ക് വിളിക്കുമോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ഓക്കെ, എന്തായാലും വിളിക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. എപ്പോൾ വിളിക്കുന്നുള്ളത് അറിയില്ല, വിളിക്കേണ്ട സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഫെബ്രുവരി ആയിട്ടുണ്ട്, എന്തായാലും ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പം വിളിക്കാം, വിളിക്കാതിരിക്കാം. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ പോസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം നോക്കിയിരിക്കരുത്. ബാക്കിയുള്ള പോസ്റ്റുകൾക്ക്, അതായത് എല്ലാത്തിനും സിലബസ് സെയിം ആണ്, എല്ലാത്തിനും നല്ല രീതിയിൽ പഠിക്കുക. അതിൽ ഒഴിവ് കുറവാണെങ്കിലും ഒരു ഒഴിവ് അല്ലെങ്കിൽ 2 ഒഴിവ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണെങ്കിലും നിങ്ങൾ അതൊന്നും നോക്കരുത്, ഒഴിവ് നോക്കരുത്. നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്നത്രത്തോളം പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് 5 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് എത്ര കുറവാണെങ്കിലും, നമുക്ക് അറിയാം ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 3 വർഷം കഴിയുമ്പോഴാണ് അത് ക്യാൻസൽ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേക്കൻസി എന്തായാലും റിപ്പോർട്ട് ചെയ്യും. റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരാൾക്ക് ഒരു ജോലിയിൽ കയറാൻ എത്ര ഒഴിവ് വേണം? ഒറ്റ ഒരു ഒഴിവ് പോരെ? അത് ആ ഒരു ഒഴിവിലേക്ക് നിങ്ങളാകണം, അല്ലെങ്കിൽ ആ ജോലി എനിക്ക് വേണം എന്നാഗ്രഹിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഒഴിവാണെങ്കിലും നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.